സുവിശേഷ നിമിത്തം പൗലോസിനുണ്ടായ ശൂലം. അതെ, എന്റെ കൃപ നിനക്ക്. ഇല്ല. ഇല്ല. ഞങ്ങൾക്ക് കേൾക്കാം. 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 ക്ലിയർ ആണ്. അതെ. ഓഡിയോ ക്ലിയർ ആണ്, സൗണ്ട് വളരെ കുറവാണ്. ഇല്ല, ക്ലിയർ. അപ്പോൾ നമ്മുടെ സൗണ്ട് ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിലേക്ക് വരുന്ന ഒരു സമയം, ദൈവത്തിലേക്ക് വരുന്ന സമയം യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിന് ശേഷമാണ് നമ്മളെല്ലാവരും രക്ഷയിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, രോഗസൗഖ്യം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗസൗഖ്യവും ഇന്നുണ്ടാകുകയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കുറവുകളൊന്നും കർത്താവ് എൻ്റെ സൗഖ്യത്തിന് തടസ്സമാകരുത് എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. കാരണം എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള വില യേശു ക്രൂശിൽ കൊടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് ഒരിക്കലും നമ്മൾ പകയോ പിണക്കമോ ഉണ്ടാകരുത്. ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ്, ദേഷ്യങ്ങൾ വന്നേക്കാം. നമ്മൾ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അമർഷതയും ദേഷ്യമൊക്കെ ഉണ്ടായേക്കാം. അബദ്ധവശാൽ ചില വാക്കുകൾ വായിന്ന് വന്നാലും ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ആ വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുവാൻ പഠിക്കണം. എന്തിനങ്ങനെ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ആ വ്യക്തി യേശുവിലേക്ക് വരും. ഇപ്പം നിങ്ങൾ യേശുവിലേക്ക് വന്നത് ഒരിക്കലും ചിന്തിച്ചിട്ടുള്ളതാണ്? നിങ്ങൾ ആരെങ്കിലും ഇന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വരുമെന്നും കർത്താവിൻ്റെ വചനം കേൾക്കുമെന്നും യേശുവിനെ കർത്താവായി സ്വീകരിക്കുമെന്നും തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ എല്ലാ ദിവസവും കൂടുമെന്നും നിങ്ങൾ ആരെങ്കിലും മുന്നമേ ചിന്തിച്ച് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ പ്ലാൻ ചെയ്ത് വന്നവരാരെങ്കിലും ഉണ്ടോ? അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് വന്നവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പം അങ്ങനെ വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ ഇന്ന് വെറുക്കുന്ന, ദേഷ്യപ്പെടുന്ന, നാളെ നിങ്ങൾ ശത്രുവെന്ന് പറയുന്ന പല വ്യക്തികളും ഇതേപോലെ നിങ്ങളുടെ ഇടവും വലവും ഒക്കെ വന്ന് സുവിശേഷം കേൾക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഒരു കർണം അടിച്ചാൽ നിങ്ങൾ മറു കർണവും കാണിച്ചതിനർത്ഥം കർണക്കുറ്റിയുടെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തും കൂടെ അടിച്ചോളാം എന്ന് പറയുന്നൊരർത്ഥമല്ല ഇത്. നാളെ നിങ്ങൾക്ക് ശത്രുവായിരിക്കും, ഇന്ന് നിങ്ങളുടെ ശത്രുവായിരിക്കുന്നവൻ നാളെ നിങ്ങളുടെ മിത്രമാവും.
കാര്യം സുവിശേഷം ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കേട്ട് യേശുവിലേക്ക് വന്നതുപോലെ തന്നെ ആ വ്യക്തിയും നാളെ യേശുവിലേക്ക് വരും. അപ്പം നമ്മളിങ്ങനെ പകയും പിണക്കവും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ അവനെ സ്നേഹിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഇന്നേ അവനെ സ്നേഹിക്കുക. അവൻ നമ്മുടെ വെറുപ്പ് കാണിച്ചാൽ അവനെ സ്നേഹിക്കുക. അപ്പം നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഒരു തടസ്സമെന്ന് പറയാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ, നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഫ്രീ ആകുവാൻ ഏറ്റവും നല്ല കാര്യമാണ്. നമ്മുടെ ദേഷ്യമോ പകയോ ശാഠ്യമോ ഒന്നും മനസ്സിൽ വെക്കരുത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ അസ്വസ്ഥത ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തിയോട് നമുക്ക് വൈരാഗ്യമോ ദേഷ്യമോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ അസ്വസ്ഥതമാകും. നമുക്ക് കോൺസെൻട്രേഷൻ ലഭിക്കത്തില്ല. നമുക്ക് ഭയങ്കര ഒരു വൈരാഗ്യ മനോഭാവം കയറുമ്പോൾ നമ്മുടെ എല്ലാ മേഖലയിലും വിശ്വാസത്തെയും മനസ്സിനെയൊക്കെ അത് ബാധിക്കും. ആമേൻ. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ഇവിടെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയാം. നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ ഒരു വാക്യം നിങ്ങൾക്ക് ഇന്ന് കേൾക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, എന്നാൽ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അപ്പോൾ ഇങ്ങനെ നമ്മളെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ 2 കൊരിന്ത്യ ലേഖനമാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലോ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലോ ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ക്രിസ്തുവിൽ ഏകാഗ്രതയുള്ള സുവിശേഷമായിരിക്കണം. ക്രിസ്തുവിൽ ഏകാഗ്രതയുള്ള നിർമ്മലതയുള്ള സുവിശേഷം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ക്രിസ്തു യേശുവിനെ എന്തുകൊണ്ടാണ് ഇത്രയും ഉയർത്തുവാൻ ബൈബിൾ കാരണമാകുന്നത്? എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ എന്ന് പറയുന്ന നമുക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടാകുവാൻ ഏക പ്രധാന കാരണം യേശു തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പോയിട്ട് കർത്താവ് എനിക്ക് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനും നമുക്ക് ദൈവസന്നിധിയിൽ ഒരു അനുഗ്രഹത്തിന് വേണ്ടി വിശ്വസിക്കുവാനും കഴിയാൻ കാരണം കാൽവരി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി അത് സകലതും നമ്മുടെ പാപശാപങ്ങളെ വഹിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, സർപ്പം ഉപായത്താൽ ആരെ ചതിച്ചു? ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളെയും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? നിങ്ങളുടെ മനസ്സ് ക്രിസ്തു ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിസ്തുവിനോട് ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, അപ്പോൾ ക്രിസ്തുവിൽ, അതാണ് എൻ്റെ അർത്ഥം, കർത്താവിനെ കൂടുതൽ അടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് പലപ്പോഴും ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പം, ഒരു വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഉറപ്പില്ലായ്മ. ദൈവം അത് ചെയ്യുമോ? എൻ്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നൊരു സംശയം നമ്മുടെ അകത്ത് കയറുന്നതിൻ്റെ പേരാണ് ഉറപ്പില്ലായ്മ. ഇത് സംശയമല്ല, യഥാർത്ഥത്തിൽ ഉറപ്പില്ലായ്മയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ സംശയിക്കുമല്ല, പകരം ഉറപ്പ് കുറയുകയാണ്. അപ്പോൾ ഇതും സംശയം തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. നമുക്കൊരു വ്യക്തിയുമായിട്ട് പരിചയമുണ്ട്, പക്ഷേ ആ വ്യക്തിയിൽ ഉറപ്പ് കുറവാണ്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ആൾക്കാരുണ്ടായേക്കാം. അവത്തിൽ നിങ്ങൾക്ക് ഉറപ്പുള്ളത് 1, 2, 3 അല്ലെങ്കിൽ 1, 4 അല്ലെങ്കിൽ 1, 2 വ്യക്തികൾ മാത്രമേ നമുക്കൊരു ഉറപ്പ്. എന്താ ഈ ഉറപ്പെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ നിങ്ങൾക്കുള്ള സ്വാധീനമാണ് ഉറപ്പ്. ആ വ്യക്തിയിൽ നിങ്ങൾക്കുള്ള സ്വാധീനം. ഇപ്പം ഉദാഹരണമായിട്ട് പറയാം, ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുന്ന സമയത്ത് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സാധനം, പേഴ്സായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, ഈ ഭാര്യ പോയി എടുക്കുമ്പം, ഞാൻ പറഞ്ഞ സ്നേഹമുള്ള ഭാര്യ ഭർത്താവാണ്, ഭാര്യ പോയി എടുക്കുമ്പം ഭർത്താവിൻ്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ എടുക്കുന്ന ഭാര്യയുടെ കോൺഫിഡൻസ് എന്തായിരിക്കും? ഞാനിത് ചെന്ന് എടുക്കുമ്പം ഭർത്താവ് അവിടെ നോ പറയത്തില്ല, അത് എൻ്റെയും കൂടെ അവകാശമുള്ളതാണ്. അതൊരു ഉറപ്പാണല്ലേ? അതൊരു ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളപ്പം ആ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു വസ്തു എടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അകത്തൊരു ഉറപ്പുണ്ട്, ഇല്ല അത് ഞാനത് എടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അപ്പനോ അമ്മയോ അത് തടയത്തില്ല എന്നൊരു ഉറപ്പ്. ഈ ഉറപ്പ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ബന്ധത്തിൻ്റെ അകത്തുനിന്നുള്ള ഉറപ്പാണ്. എന്നാൽ പുറത്തുനിന്ന് ഒരാൾ കയറി വന്ന് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ ഭാര്യയുടെയോ പേഴ്സിലോ പോക്കറ്റിലോ കിടക്കുന്ന എന്തെങ്കിലും സാധനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളവിടെ സമ്മതിക്കുമോ? നിങ്ങളവിടെ സമ്മതിക്കുമോ? എടുത്തോന്ന് പറഞ്ഞ് നിങ്ങളവിടെ നിൽക്കുമോ? ഇല്ല, നിങ്ങൾ സമ്മതിക്കത്തില്ല. നിങ്ങൾ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ പിള്ളേർ നിർത്താൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ആദ്യം നിങ്ങളത് ചെയ്തപ്പോൾ തടയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അകത്ത്
ആ ഒരു ബന്ധത്തിൻ്റെ അകത്തുണ്ടാകുന്നൊരു ഉറപ്പുണ്ട്. അപ്പം ഇവിടെ വചനം പറയുകയാണ്, ഈ സർപ്പം ഹവ്വായെ ഏദൻ തോട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവ്വായെ ഉപായത്താൽ ചതിച്ചത് എങ്ങനെയാണ്? എന്താണ് അവൻ കാണിച്ച ഉപായം എന്ന് ചോദിച്ചാൽ ദൈവത്തിലുള്ള ഉറപ്പിനെ ചോദ്യം ചെയ്തു. വാസ്തവമായും ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദൈവം അങ്ങനെ പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ചിന്തിച്ച് ഒത്തിരി കാര്യം പറഞ്ഞുകൊണ്ടൊന്നല്ല. അവിടെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് മാറിപ്പോരുത്. അപ്പം നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഒരു ധൈര്യം ഉണ്ടായിരിക്കണം, ക്രിസ്തുവിൽ ഒരു ഉറപ്പുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ നിങ്ങൾക്ക് കർത്താവുമായിട്ടൊരു ബന്ധം വേണം. ബന്ധമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ ദൈവം എന്നെ കാക്കും സൂക്ഷിക്കും. അതൊരു വാഗൊണ്ട് പറയുന്ന വാക്കല്ല വേണ്ടത്, പകരം ആ ബന്ധത്തിൻ്റെ അകത്തുള്ളൊരു ഉറപ്പാണ്. ഞാൻ പലപ്പോഴും ഈ ഉറപ്പിനെ പറ്റി നമ്മളോട് പറയാറില്ല. നമുക്ക് ചില വ്യക്തികളോട് ഒരു കാര്യം ചോദിക്കുമ്പം, ഒരു വായ്പ ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാനിപ്പം പറയുക, എനിക്ക് ആ കാറൊന്ന് തരാവോ എന്ന് ഞാൻ ചോദിക്കാറില്ല. എനിക്ക് ആ വാഹനം വേണം, എനിക്ക് അടുത്ത ദിവസത്തിൻ്റെ വണ്ടി എനിക്കൊന്ന് വേണം. സാധാരണ നമ്മളെങ്ങനെ ചോദിക്കുന്നത്, ആ വണ്ടി ഒന്ന് തരാമോ എന്നല്ലേ. അപ്പോൾ ഈ തരാമോ എന്ന് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഡീപ്പ് റിലേഷനുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെടുന്ന വാക്കല്ലത്. നല്ല ബന്ധമുള്ളൊരു വ്യക്തി തരാമോ എന്ന് ചോദിക്കത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തരാമോ എന്ന് ചോദിക്കുന്നത് ബന്ധം കുറയുമ്പോഴാണ്. എനിക്ക് അതൊന്ന് വേണം കേട്ടോ എന്ന് പറയുന്നത് ബന്ധം കൂടുതലുള്ളത്, അഹങ്കാരമല്ല. ബന്ധം കൂടുമ്പോൾ ചോദ്യത്തിന് വ്യത്യാസം വരും. ഇപ്പം സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ ഏകാഗ്രത. അപ്പോൾ ക്രിസ്തുവിൽ നമുക്കൊരു ഉറപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബന്ധമാണ്. ഈ ബന്ധം ക്ലിയർ ആകണമെങ്കിൽ ക്രിസ്തുവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ളൊരു അറിവുണ്ടാകണം. ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മളിപ്പം നിങ്ങളോട് ചോദിക്കുക, കോട്ടയത്ത് എവിടെയാണ് വീട്? ഉടനെ നിങ്ങൾ പറയും കോട്ടയത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എവിടെയാണ് വീട്? ഇത് ചോദിച്ച് എന്ത് നമ്മൾ ചോദിക്കേണ്ടത്? നമ്മളുമായിട്ട് വല്ല പരിചയമോ ബന്ധമോ ഒക്കെ ഉണ്ടാകാൻ അറിയാൻ വേണ്ടിയാണ്. അവസാനം ചോദിച്ച് നമ്മൾ സംസാരിച്ച് വരുമ്പോഴേക്കും അയ്യോ ഇന്ന ആളുടെ മോനാണ്, അയ്യോ എൻ്റെ കസിനാണ്. അപ്പോൾ ഒരു ബന്ധം വരുന്നതുണ്ടോ? അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഒരു വഴിപോക്കനെ പോലെ ഒരു ഹായ് ബായ് പറഞ്ഞ് പോയാൽ ചോദിച്ചപ്പോൾ മനസ്സിലായോ നിങ്ങളുടെ ഏതോ ഒരു ചെടുത്തിയുടെയോ ചേട്ടൻ്റെയോ അനിയൻ്റെയോ മോളോ മോനോ ഒക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അയ്യോ ഇന്നയാളുടെ മോനാണോ, അറിഞ്ഞില്ലല്ലോ. കണ്ടോ, അവിടെ ബന്ധം വ്യത്യാസം വന്ന് എങ്ങനെ അറിവുണ്ടായപ്പം. അപ്പോൾ ക്രിസ്തുവിനെ പറ്റി ഒരു അറിവ് നിങ്ങൾക്കകത്തുണ്ടാകണം. ഞാനൊരു കാലഘട്ടത്തിൽ 2021 വരെ അല്ലെങ്കിൽ 2000 കുറേ കാലം മുതൽ എനിക്ക് യേശുവുമായിട്ട്, ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നുവെങ്കിലും, പിതാക്കന്മാരെല്ലാം ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നുവെങ്കിലും എനിക്ക് ക്രിസ്തുവിനോട് ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. നമ്മൾ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. കാര്യം എനിക്ക് കൂടുതലും പ്രാർത്ഥിക്കുന്നത് പല മധ്യസ്ഥന്മാരോടായിരുന്നു, അവരോടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം. കാരണം യേശുവുമായിട്ട് എനിക്കൊരു ബന്ധം ക്രിസ്മസും ഈസ്റ്ററും ദുഃഖവെള്ളിയും മാത്രമാണ് എൻ്റെ പ്രാർത്ഥന മുഴുവൻ. അപ്പോൾ യേശു എനിക്ക് അറിയത്തില്ല. പക്ഷേ യേശുവിനെ ഞാൻ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കർത്താവിനെ പിരിഞ്ഞെനിക്കൊരു ജീവിതമില്ല. എൻ്റെ കർത്താവിനെ കൂടുതൽ അറിയും തോറും എൻ്റെ ഉറപ്പും ധൈര്യമൊക്കെ വർദ്ധിക്കുക. ആമേൻ. അപ്പം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട്, നിർമ്മലത വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുക. പൗലോസ് പറയാണ്, ഞാൻ ഭയപ്പെടുന്ന അതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭയപ്പെടാൻ കാരണം? 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ വന്ന് ഞാൻ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാരും. അപ്പം മറ്റൊരു ക്രിസ്തു എന്തുവാ? പൗലോസ് പ്രസംഗിച്ച ക്രിസ്തു ഏതാ? പൗലോസ് പ്രസംഗിച്ച ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോൾ അവിടെ വായിക്കുവാൻ നമുക്കറിയാം. കൊരിന്ത്യ സഭയെപ്പറ്റി നമുക്കറിയാം. താഴേക്ക് വരുമ്പോൾ അവിടെ പൗലോസ്ലീഗ പറയുന്ന ചില വാക്കുകൾ, ഒരു ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്യുമോ എന്നൊക്കെ പൗലോസ് ചോദിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം ഞാൻ സൗജന്യമായി തന്നു. അപ്പോൾ സൗജന്യമായി ഞാൻ തന്ന സുവിശേഷം, അപ്പം മറ്റൊരു സുവിശേഷം എന്തായിരിക്കും? സൗജന്യമായി ഞാൻ നിങ്ങൾക്ക് സുവിശേഷം എന്ന് പറയുമ്പോൾ മറ്റൊരു സുവിശേഷം എന്തായിരിക്കും? മറ്റു സുവിശേഷം എന്തായിരിക്കും? ഒന്ന് പറ. സൗജന്യമല്ലാത്ത സുവിശേഷം എന്തുവാ? നമ്മൾ വില കൊടുക്കണം എന്ന് പറയുന്ന ഒരു സുവിശേഷം പല രീതിയിലാകാം. ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലേ, വില കൊടുക്കുക, നേർച്ച കാഴ്ചകളൊക്കെ വില കൊടുത്ത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ നിൽക്കുക, അതാണ് മറ്റൊരു സുവിശേഷം. അതിൻ്റെ അകത്ത് മറ്റൊരാത്മാവുണ്ട്, പരിശുദ്ധാത്മാവല്ല, മറ്റൊരാത്മാവുണ്ട്. ഇവിടെ സൗജന്യമാണ് സുവിശേഷം. നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ അത് സൗജന്യമാണ്.
നിങ്ങളുടെ അത്ഭുതങ്ങൾ സൗജന്യമാണ്, നിങ്ങളുടെ രക്ഷ സൗജന്യമാണ്, നിത്യജീവൻ സൗജന്യം, ഒരു വിലയും കൊടുക്കണ്ട. രോഗസൗഖ്യത്തിന് വേണ്ടി ബ്രദറെ ഞാൻ എന്നാ നേർച്ചയുണ്ട്? ഒരു നേർച്ചയുമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം വരാൻ വേണ്ടി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, സൗജന്യമാണ്. അതിനെന്ത് ഞാൻ ചെയ്യണം? ക്രിസ്തുവിനെ ഞാൻ അറിയണം, ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ അറിയണം. പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി ഉണ്ടാകുമോ എന്നൊരു സംശയങ്ങൾ നമ്മുടെ അകത്ത് കയറുന്നുണ്ടല്ലോ. ഞാനതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞത്, നിങ്ങളൊരു പ്രശ്നം വരുമ്പോൾ പലരും കണ്ടിട്ടില്ല, ഇങ്ങനെ നമ്മുടെ ചില സമയങ്ങളിൽ ആളുകൾ ഇങ്ങനെ കൂടിയും കുറഞ്ഞുമൊക്കെ വരും. അപ്പം ചിലരിങ്ങനെ വന്ന് ഒരു വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിച്ച് സ്ട്രഗിൾ, ചിലരുടെ വിഷയം നടക്കാം, ചില വിഷയങ്ങൾ നടന്നില്ലായിരിക്കാം, ചില വിഷയങ്ങൾ നടന്ന് അത്ഭുതമായേക്കാം. എന്തുവാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവുമായൊരു ബന്ധം, അപ്പാ എന്ന് വിളിക്കാൻ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മൾ ചുമ്മാ ഫോർമാലിറ്റിക്ക് പറയല്ലേ എൻ്റെ പിതാവേ എന്നൊക്കെ, അതല്ല വേണ്ടത്. ആത്മാർത്ഥമായിട്ടൊരു ബന്ധം. ഇങ്ങനെ ബന്ധം വരുമ്പോൾ എന്താ ഗുണമെന്നറിയാവോ? ഇങ്ങനെ ബന്ധം വരുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ ഏകാഗ്രതയുണ്ട്. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ. ആ വ്യക്തിയിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ഉണ്ടാവും. ഇപ്പം ക്രിസ്തുവിൽ നമുക്കൊരു ബന്ധം വന്നില്ലേ? ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, ഇല്ല എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നോട് ഇടപെടും, എൻ്റെ ദൈവം വചനത്തിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ബലപ്പെടുവാൻ യേശുവുമായിട്ടൊരു ബന്ധം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉറപ്പ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രധാന ഘടകം. ഉറപ്പ്. പിശാച് വന്നിട്ട് ഏറ്റവും കൂടുതൽ തകർക്കാൻ നോക്കുന്നത് അതാണ്, ഉറപ്പ്. നിങ്ങൾ ചോദിച്ചു നോക്കി, ഇവിടെ ഹവ്വായെ സർപ്പം വന്ന് ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അപ്പോൾ എന്തായിരുന്നു അവൻ്റെ ഉപായം? വാസ്തവമായും ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവരുടെ ഉള്ളിലേക്ക് അവരോട് ദൈവം പറഞ്ഞ ഉറപ്പിനെ ആ അടിത്തറ ഇളക്കുവാൻ നോക്കുവാണ്. ഒന്ന് നോക്കി, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. എനിക്ക് വന്നത് 3-ാം അധ്യായത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം നമുക്കൊന്ന് എടുത്ത് വേഗത്തിലെടുക്കാം. അതിൻ്റെ അകത്ത് കാണാൻ പറ്റും, പിശാച് വന്നിട്ട് ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. ഓക്കെ, 3-ാം അധ്യായത്തിൽ പറയുകയാണ്, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. സ്ത്രീയോട് യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു ചോദ്യം അവൻ കൊടുക്കുവാണ്, വാസ്തവമായി ഉറപ്പാണോ? ഉടനെ അവർ പറയുകയാണ്, സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നീ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. തുടരരുത്, അരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അപ്പോൾ എന്നാൽ ഇവിടെ പറയാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പാമ്പ് പറയുകയാണ്, നിങ്ങൾ മരിക്കത്തില്ല. പാമ്പ് നിങ്ങൾ മരിക്കത്തില്ല, അത് തിന്നുന്ന ആൾ നിങ്ങളുടെ കണ്ണ് തുറക്കും, നന്മ തിന്മകളെ തുടിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമായി ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിലുള്ള ഉറപ്പിനെ തകർക്കുക എന്നുള്ളതാണ് ഇവൻ്റെ ലക്ഷ്യം. അതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. ദൈവത്തിൽ നമുക്കൊരു ഉറപ്പ്. ആ ഉറപ്പ് വരുന്നത് എങ്ങനെയാണ്? ബന്ധമാണ്. ആ ബന്ധം എങ്ങനെ ഉണ്ടാകുന്നത്? നമുക്ക് ദൈവത്തെപ്പറ്റി അറിയണം. ഞാനതാ പറഞ്ഞത്, നമ്മളൊക്കെ ഇപ്പം ഉദാഹരണം പറയും, ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി, ഒരു പരിചയമില്ലാത്ത വ്യക്തിയെ നമ്മൾ ആദ്യം ബസ് സ്റ്റോപ്പിൽ വെച്ച് പരിചയപ്പെടും. നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി, പക്ഷേ നിങ്ങൾ തിരുവനന്തപുരംകാരല്ല, നിങ്ങൾ കൊല്ലംകാരോ കോട്ടയംകാരോ പാലക്കാടുകാരോ ആണെന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ തിരുവനന്തപുരം ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി ഉടനെ ഒരു മുഖപരിചയം എവിടെയോ. അപ്പോൾ നിങ്ങൾ പോയി ചോദിച്ചു, ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുക, ബസ് അവിടെ വന്നിട്ടില്ല, കുറേ സമയം എടുക്കും, നിങ്ങൾ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് രാത്രിയായി. അപ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ ആദ്യം പോയി ചോദിക്കുക, എന്താ പേര്? ഉടനെ പുള്ളി പേര് പറയും, വലിയ സൗണ്ടൊന്നും കാണത്തില്ല. ഉടനെ എവിടെയാണ് വീട്? അപ്പോൾ പറയുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഞാൻ പാലക്കാട് നിന്ന് വരുവാണ്. അപ്പോൾ ഞാനും പാലക്കാടാണ്, രണ്ടുപേരും പാലക്കാടാണ്, തിരുവനന്തപുരത്ത് നിൽക്കുക. പാലക്കാട് എവിടെയാണ്? അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പറയും, പാലക്കാട് ഇന്ന സ്ഥലത്ത്. ഉടനെ ഞാനും ഇന്ന സ്ഥലത്താണല്ലോ. അപ്പോൾ ഏത് വീട്ടിലെയാണ്? ഉടനെ അയാൾ പറയും, ഏത് വീട്ടിൽ? ഈ വീട്ടുപേരാണോ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു സംസാരത്തിൻ്റെ അകത്ത് മനസ്സിലായി നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന വീട്ടിലെ ആരാ? ഇന്ന വീട്ടിലെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഇന്നയാൾ, അയ്യോ ഞങ്ങൾ ബന്ധുക്കാരാ. കണ്ടോ? ഒരു മുൻപരിചയമില്ലാത്ത അപരിചിതർ തമ്മിൽ തുടങ്ങിയ ഒരു സംസാരം ഇപ്പോൾ സംസാരിച്ച് ഇപ്പം നിങ്ങൾ വലിയ ബന്ധുക്കാരാന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തി.
അങ്ങനെ പലപ്പോഴും ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ച ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു മുഖപരിചയമില്ലാത്ത വ്യക്തിയോട് സംസാരിച്ച് ഉണ്ട് ബ്രദറെ. ഉണ്ട്. അപ്പോൾ അതുവരെ മുഖപരിചയമില്ലാത്ത നിങ്ങൾ തമ്മിൽ ഒരു പരിചയം ഉണ്ടായതിൻ്റെ കാരണം സംസാരമാണ്, ചോദ്യങ്ങൾ, കേൾവികൾ. അപ്പോൾ നിങ്ങൾ വചനം കൂടുതൽ അറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഈ ഒരു ഡീപ്പായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ പോവും. ഞാൻ പറഞ്ഞില്ല, ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഞാൻ അറിഞ്ഞു യേശു ക്രിസ്തു, ക്രിസ്മസ്, ഈസ്റ്റർ, ദുഃഖവെള്ളി ഇതിങ്ങനെ പൊക്കോണ്ടിരുന്നു. ബൈബിളിലെ 91 എനിക്ക് 20-ാം വയസ്സ് വരെ 91 സങ്കീർത്തനം അവിടെ ഇവിടെയും കുറേ വചനങ്ങളല്ലാതെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് മാത്രമല്ല, ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ വചനം കൂടുതൽ അറിയുകയും പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുറക്കുകയും ചെയ്തപ്പം യേശുവിനെ കൂടുതൽ നിങ്ങളെന്ന് വിളിച്ചു നോക്കി. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഈ പ്രാർത്ഥനയിൽ ക്രിസ്തുവല്ലാതെ മറ്റേതെങ്കിലും വിഷയം നമുക്കുണ്ടോ? എന്നാലോചിച്ച് നോക്കി. നീ 6 വർഷമായിട്ട് ഈ പ്രാർത്ഥന പോകുമ്പോൾ മുടങ്ങാതെ, എനിക്കൊന്നൊരു 3 വർഷമായിട്ട് ഈ പ്രാർത്ഥന പൊയ്ക്കൊണ്ടിരിക്കുന്നു, 3-4 വർഷമായിട്ട് മുടങ്ങാതെ. ബാക്കി നമുക്കിടയ്ക്ക് ഗ്യാപ്പുകളൊക്കെ വരും, എന്നാൽ പോലും ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് വരും. നമുക്ക് എല്ലാ ദിവസവും എങ്ങനെയാണ് യേശുവിനെ പ്രസംഗിക്കാൻ ഈ വിഷയം ആലോചിച്ച് നോക്കി. ഇത്രയും വർഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ആകെ 66 പുസ്തകമേ ഉള്ളൂ. ഈ പുസ്തകത്തിന് ഇത്രയും വർഷം എല്ലാ ദിവസവും പ്രസംഗിക്കണം. ഇനി സൂമിലില്ലെങ്കിൽ യൂട്യൂബിലും പ്രസംഗിക്കണം. എന്നാലോചിച്ച് നോക്കി, എല്ലാ ദിവസവും ഒരു വിഷയം വേണ്ടേ? ആകെ ഇത്രയും പുസ്തകമല്ലേ ഉള്ളൂ. ഒരു 66 ബുക്കുള്ള അല്ലെങ്കിൽ 66 പേജുള്ള ഒരു പുസ്തകം 66 പുസ്തകങ്ങൾ, അങ്ങനെ അധികം പുസ്തകങ്ങളാണ്. ഈ ബൈബിള് ഒരു വ്യക്തിക്ക് ഒരു ബൈബിൾ അല്ലെന്നിരിക്കട്ടെ, ഒരു ബുക്ക് ഒരു വ്യക്തിക്ക് എത്ര കൊല്ലം വ്യാഖ്യാനിക്കാൻ പറ്റും പറ? 66 പുസ്തകങ്ങളുള്ള ബൈബിൾ പോലത്തെ ഒരു പുസ്തകം ഒരു വ്യക്തിക്ക് എത്ര വർഷം വ്യാഖ്യാനിക്കാൻ പറ്റും? അതിൽ നിന്ന് നോർമലായിട്ടൊരു പുസ്തകം ആ വ്യക്തിയുടെ ജീവിതകാലം മൊത്തം അങ്ങനെയല്ല. ബൈബിൾ അല്ലാതെ ഒരു ബുക്ക് ഏതെങ്കിലും അത് വേഗം അത് വേഗം തീരും. അത്രയേ ഉള്ളൂ. ഉത്തരം അതാണ്. ഇപ്പം അത് വേഗം തീരും. നമുക്കത് ഒരു പരിധിക്കപ്പുറം എന്ത് ചെയ്യാം. പക്ഷെ ഓരോ ദിവസവും നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കർത്താവിൽ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തുക. എന്നാലും ചോദിക്കും, എല്ലാ ദിവസവും ഞാൻ പണ്ടെടുത്തിട്ടുണ്ട് കർത്താവ് എല്ലാ ദിവസവും എന്ത് സംസാരിക്കാനാണ്. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ സമയം പിടിച്ചു നിർത്തുക, സമയം ഓടിയിട്ട്. അപ്പോൾ യേശുവിനെ കൂടുതൽ അറിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കണ്ണ് തുറക്കും. ഇവിടെ തുറന്ന കണ്ണല്ല, ഉൽപ്പത്തിപ്പുറത്ത് തുറന്ന കണ്ണല്ല, ആത്മീയ കണ്ണ് തുറന്ന് ക്രിസ്തുവിൽ ആരാന്നുള്ള ബോധത്തിലേക്ക് നിങ്ങൾ വരും. അതുവരെ നിങ്ങൾ എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു ബ്രദറിൻ്റെ പ്രാർത്ഥനയിൽ രക്ഷപ്പെടാൻ വേണ്ടി വന്ന നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെ? ഈ ബന്ധം അറിഞ്ഞതുകൊണ്ടാണ്. പണ്ട് നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഓടി നടന്ന് പ്രാർത്ഥിക്കുകയും ഓടി നടന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്കിപ്പോൾ എന്തുണ്ടായി? നിങ്ങൾക്കകത്ത് വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചു. നിങ്ങൾ അനേകർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെ തുടങ്ങി. നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകുവാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നിങ്ങൾ കൂടുതൽ ഓരോ ദിവസവും നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി അറിയുന്ന സമയത്ത് നിങ്ങളുടെ അകക്കണ്ണ് തുറക്കുവാൻ ഇടയായിത്തീർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യത്യാസങ്ങൾ വരുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ എന്ത് സംഭവിച്ചത്? അവിടെ നിങ്ങളുടെ കണ്ണ് തുറന്നു. അവിടെ കണ്ണ് തുറന്നപ്പോൾ നിങ്ങൾക്ക് ആഴമായൊരു ബന്ധം വന്നു. ആമേൻ. ഇതാണ് പിശാച് ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾ ദൈവത്തിലുള്ള ഉറപ്പിനെ കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഉറപ്പ് വരാൻ വേണ്ടി പൗലോസ് പറയുകയാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അവിടെ ക്രിസ്തുവിനുള്ള ഏകാഗ്രത വിട്ടുമാറരുത്. എന്തൊക്കെ വന്നാലും ഞാൻ പറയും, നമുക്കൊരു ഉറപ്പുണ്ട്. ഇപ്പോൾ എന്നോട് ഒരാൾ വന്നിട്ട് പറയും, ബ്രദറെ, ഈ കർത്താവ് നമ്മളെ ചിലപ്പോൾ എത്രയോ ആളുകൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ വന്നവരുണ്ട് ബ്രദറെ. എത്രയോ ആൾക്കാർക്ക് പ്രാർത്ഥിച്ചിട്ട് അവരൊക്കെ നശിച്ചു പോയവരില്ലേ ബ്രദറെ. അവർക്കൊക്കെ എത്രയോ പേർ, അങ്ങനെ കുറേ ആൾക്കാർ ലിസ്റ്റ് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ വന്ന് പറയാറില്ലേ. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തോണം, ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടെങ്കിൽ, ഇല്ല എനിക്കറിയത്തില്ല, അതൊന്നും അവരുടെ വിഷയം എനിക്കറിയത്തില്ല, എനിക്കൊരു കാര്യം ഉറപ്പാണ്, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല. ഈ ഒരു ഉറപ്പിൽ നിങ്ങൾ വളരണം. അല്ലെങ്കിൽ എന്നെ കുഴപ്പമൊന്നുമറിയോ, ആരെങ്കിലും വന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂഷനായി പോവും. പലരും അങ്ങനെ കൺഫ്യൂഷൻ വന്ന് എൻ്റെ അടുത്തുനിന്ന് പോയവരുണ്ട്. എൻ്റെ അടുത്തുനിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയെ വന്ന് പോയവരുണ്ട്. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ബലഹീനതകളിൽ കവിയുന്നൊരു കൃപ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതകൾ തികഞ്ഞു വരും. ഇവിടെ നമ്മൾ നമ്മുടെ കുറവുകൾ അന്വേഷിക്കാൻ പോകരുത്. ബ്രദറെ, എനിക്ക് ആ കുറവുള്ളത് കൊണ്ട് ദൈവം എന്നെ കൈവിടുമോ? ഇല്ല. എൻ്റെ കുറവ് വരുന്നതിന് മുമ്പ് തന്നെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. യേശു മരിച്ചതിന് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. അതായത് എനിക്ക് വേണ്ടിയുള്ള ദൈവപ്രവൃത്തി ക്രൂശിൽ യേശു ചെയ്യുമ്പോൾ ഞാൻ ഭൂമിയിൽ ജനിച്ചിട്ടില്ല.
ശ്രദ്ധിച്ച്, ഇപ്പോൾ ഉദാഹരണം വേണ്ട ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് അപ്പനപ്പൂപ്പന്മാരായിട്ട് പണിതേക്കുന്ന വീടാണ്. നിങ്ങൾ ആ വീട്ടിൽ ജനിച്ചു, നിങ്ങൾ ആ വീട്ടിൽ അനന്തരാവകാശിയായിട്ട് ജനിച്ചു. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോണേ. നിങ്ങൾ പറയുകയാണ്, എൻ്റെ ദൈവമേ, നിങ്ങളുടെ പിതാക്കന്മാർ പറയുകയാണ്, എൻ്റെ കുറവ് കൊണ്ട് അപ്പ അല്ലെങ്കിൽ അമ്മേ എനിക്ക് ഈ വീട് കിട്ടാതെ പോകുമോ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ശരിയോ തെറ്റോ? പറ. തെറ്റ്. അതിന്റെ കാരണം എന്തുവാ? അതിന്റെ കാരണം എന്തുവാ? നമ്മുടെ അവകാശമാണ്. അത് തെറ്റാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി ആ വീട് പണിത് വെച്ചു. ഇനി പ്രത്യേകിച്ച് ആ വീട് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ വീട് പണിതു. അതുകൊണ്ട് നിങ്ങളുടെ കുറവോ ഒന്നും ആ വീടിൻ്റെ അവകാശത്തിൽ നിങ്ങളെ മാറ്റത്തില്ല. ഇപ്പം ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങളുടെ കുറവ് നോക്കണ്ട. ഞാൻ പിന്നെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി പോകരുത്. അവരെ ഉപദ്രവിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അവൻ്റെ തിരിച്ചുള്ള ഇത് നോക്കരുത്. നമ്മൾ ഒരു വ്യക്തി നിങ്ങളെ ഉപദ്രവിക്കുകയോ നിങ്ങളെ പഴി പറയുകയോ നിങ്ങൾക്ക് പക കാണിക്കുകയോ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവിടെ പറഞ്ഞ സഹോദര, ഞാൻ നിന്നെ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കാര്യം എന്നറിയാവോ? നാളെ ഞാൻ കൈയടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ നാളെ എൻ്റെ വലതുവശത്ത് വന്നിരിക്കുമ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇന്നേ ഞാൻ നിന്നെ സ്നേഹിക്കുക. ഇതാണ് ആരോടും പക വെച്ചുകൊണ്ടിരിക്കരുതെന്ന് പറയുന്നത്. ബൈബിളിൽ പറഞ്ഞല്ലോ, കോപിക്കരുത്, കോപിച്ചാൽ പാപം ചെയ്യരുത്. കോപിച്ചുവെങ്കിലോ സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കരുത്. ദേഷ്യം വന്നാൽ, അരിശം വന്നാൽ, വഴക്ക് വല്ലതും പറഞ്ഞ വാക്കുവാദം വല്ലതും വന്നാൽ സൂര്യൻ അസ്തമിക്കുന്നവരെ ക്ഷമ പറയണം. ഇനി ആ വ്യക്തിയോട് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും, ചിലപ്പോൾ ദേഷ്യപ്പെട്ട് പിണങ്ങിപ്പോയതായിരിക്കും. ഇനി പറ്റിയില്ലെങ്കിൽ പോലും ദൈവസന്നിധി പറ, കർത്താവേ എന്നോട് ക്ഷമിക്കണപ്പ, ഞാൻ ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നപ്പ, എനിക്ക് എൻ്റെ തെറ്റ് ക്ഷമിക്കണം. അപ്പം ഇനി ഞാനാണ് മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ പോലും ക്ഷമിക്കണം കർത്താവ് പറയണം. കാരണം എന്താണെന്നറിയാവോ? നാളെ അവൻ യേശുവിലേക്ക് വരും. നാളെ ആ വ്യക്തി യേശുവിലേക്ക് വരുമ്പം ഒരിക്കലും എന്ത് ചെയ്യരുത്? എനിക്ക് ആ വ്യക്തി ഒരു തടസ്സം അനുഗ്രഹിച്ച്, നമുക്ക് ചിലപ്പോൾ ഉപദ്രവിച്ച വ്യക്തിയായിരിക്കും, പക്ഷേ ആ വ്യക്തിയോട് എനിക്ക് വൈരാഗ്യമില്ല, ഞാൻ ആ വ്യക്തിയെ ബ്ലസ് ചെയ്യുന്നു. ദൈവം ക്ഷമിക്കട്ടെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം. അപ്പോൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. അപ്പോൾ ക്രിസ്തുവിലുള്ള വ്യക്തികൾ ആദ്യം മനസ്സിലാക്കണം, എൻ്റെ ഒരു നന്മകളും ഇന്ന് വെളിപ്പെടുന്നതല്ല. ഞാൻ ഓൾറെഡി അവകാശിയാണ്. അവകാശി എന്ന വാക്കിൻ്റെ അർത്ഥം ഇനി ഒന്നും കിട്ടാനുള്ളവനല്ല, അല്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശിയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു സുവിശേഷം പറയുകയും മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയും വേറൊരു ആത്മാവിനെ തരും. അപ്പം മറ്റൊരു സുവിശേഷം എന്തുവാ? നീ ഇനിയും അതിനുവേണ്ടി പ്രയത്നിക്കണം, അനുഗ്രഹത്തിന് വേണ്ടി നീ ഓടണം. വേണ്ട, നമ്മൾ കൂടുതൽ അറിയണം യേശുവിനെ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ വിശ്വാസ പ്രഖ്യാപനം പറയുമ്പോൾ കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറയാൻ പറയുന്നത്. നന്ദി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മേൽ അനുഗ്രഹം തുറന്നു വരും. എപ്പോഴും ഓർത്തോണം, എൻ്റെ വിഷയത്തിനും എൻ്റെ കുടുംബത്തിനും ഞാൻ ഇന്ന് ഭാരപ്പെടുന്ന സകല വിഷയങ്ങളും യേശു ക്രൂശിൽ വഹിച്ചതാണ് എന്ന് പറയണം. എൻ്റെ കൂടെ ഇന്ന് എവിടെ ഇരുന്നാണെന്ന് പറഞ്ഞ്, ഇന്ന് ഞാൻ ഭാരപ്പെടുന്ന, ഇന്ന് ഞാൻ പ്രയാസപ്പെടുന്ന എൻ്റെ വേദനകൾ, എൻ്റെ നൊമ്പരങ്ങൾ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, എൻ്റെ തലമുറകളുടെ പ്രശ്നങ്ങൾ എൻ്റെ യേശു ഇന്നലെ തന്നെ ക്രൂശിൽ വഹിച്ചതാണ്. യേശുവേ, ഇന്നലെ തന്നെ കർത്താവ് അത് ഏറ്റെടുത്തതാണ്. ഇന്നലെ തന്നെ കർത്താവ് അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയതാണ്. ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. ഇത് ഞാൻ പറയുന്നത് വെറുതെ പറയല്ല, നടന്നു കഴിഞ്ഞ കാര്യമാണ്. എന്നെ ദൈവം അവകാശിയാക്കിയത് എപ്പോഴാണ്? ഇന്നലെ അല്ല, മിനിഞ്ഞാന്നല്ല, കാൽവരി ക്രൂശിലാണ്. ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ അത് എൻ്റെ മേൽ തുറക്കുകയാണ്. ഇപ്പം പറഞ്ഞില്ലേ, നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം, നിങ്ങൾ കിടക്കുന്ന വീട്, അയ്യോ ഇത് എൻ്റെ വീടാണ്, ഞാൻ ഇത്ര നാൾ ഞാൻ ഓർത്തത് വാടക വീടായിരുന്നു, ഇത് എൻ്റെ അവകാശമാണെന്നുള്ള അറിയുമ്പോൾ നമ്മൾ അവിടെ ഒരു തിരിച്ചറിവുണ്ടാകേണ്ടതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതാണ് പൗലോസ് ഭയപ്പെടുന്നത്. പണ്ട് സംഭവിച്ചതുപോലെ തന്നെ ദൈവം നല്ല ഒന്നാം തരം തോട്ടം ഉണ്ടാക്കി, ആപ്പിളും ഓറഞ്ചും മുന്തിരിങ്ങയും സകല നന്മകളും വെച്ചേക്കുന്ന തോട്ടത്തിൽ കയറി എല്ലാ ആപ്പിളും എല്ലാം തിന്നുകൊണ്ടിരുന്ന ഈ ഹവ്വായോടും അടുത്തും വെച്ച് വാസ്തവമായും ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഒരു നോ പറഞ്ഞാൽ മതി. എനിക്ക് നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധമാണത്, ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. ഇതാണ് പിശാചിൻ്റെ ആ ചിന്ത. നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു ചിന്തയോ ഭാരമോ പ്രയാസമോ, ബൈബിൾ നോക്കുക. ഇതാണ് ദൈവം എന്നുള്ളത് നമ്മളുടെ ബന്ധം. ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധം ബൈബിളാണ്. ഇതിലെന്ത് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അവകാശിയാണെന്ന് പറഞ്ഞാൽ അവകാശിയാണ്. യോ ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും കാണുന്നില്ല ബ്രദറെ, അത് കാണും. ഇതെൻ്റെ അവകാശമാണെന്ന് പറയണം. സമാധാനം എൻ്റെ അവകാശമാണ്, സന്തോഷം എൻ്റെ അവകാശമാണ്.
അനുഗ്രഹം എൻ്റെ അവകാശമാണ്, സൗഖ്യം എൻ്റെ അവകാശമാണ്. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്. ഇപ്പം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടു പോകരുത്. ഇപ്പം യേശുവിനെ വിട്ടേച്ച് വേറെ എന്തിലേക്കും പോകാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു വീട് വിട്ടിറങ്ങിയ മുടിയൻപുത്രൻ്റെ അവസ്ഥ പന്നി തിന്നുന്ന വാളവര തിന്നേണ്ട ഗതികളിലേക്ക് വന്നു. അവൻ എങ്ങോട്ടാണ് പോയത്? അപ്പൻ്റെ ഭവനം വിട്ട് പുറത്തേക്ക് പോയത് കൊണ്ടാണ്. ക്രിസ്തുവിനെ വിട്ടേച്ച് പോയിട്ട് പിന്നെ നിങ്ങൾക്ക് അതുണ്ടായി ഇതുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറയണം, മുറുക്കെ പിടിക്കണം. ഇല്ല, എന്തെല്ലാം പ്രശ്നം വന്നാലും കർത്താവ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണും, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പറയുവാൻ ഇടയായിത്തീരണം. അത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും, നിങ്ങൾക്കത് അനുഭവിക്കുവാൻ ദൈവകൃപയാൽ കഴിയും. അപ്പോൾ നമുക്ക് എവിടെയാണ് ഈ പ്രയാസം മൊത്തം വരുന്നത്? പ്രയാസം മൊത്തം നമുക്കുണ്ടാകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചോദ്യങ്ങളുണ്ടാകുമ്പോഴാണ്. അവിടെയാണ് നിങ്ങൾ ഈ ബന്ധത്തിൽ വളരേണ്ടത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത്, അത് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, കല്യാണം സമയിക്കുന്ന സമയത്ത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൈ പിടിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ടല്ലോ, നീ ഉണ്ടില്ലേലും നീ ഇവളെ എന്ത് ചെയ്യണം? ഊട്ടിക്കണം, നീ ഉടുത്തില്ലേലും ഉടിപ്പിക്കണം എന്ന് പറഞ്ഞൊരു ഒരു കോമൺ ആയിട്ട് പറയും. ഇവരെ തമ്മിൽ ചേർക്കുമ്പോൾ ഒരു പരസ്പര വിശ്വാസത്തിലാണ് പോകുന്നത്. നേരം വിളക്കുമ്പോൾ ഭാര്യ ഒളിച്ചോടത്തില്ലെന്നും നേരം വിളക്കുമ്പോൾ ഭർത്താവ് ഒളിച്ചോടത്തില്ലെന്നും ഇതൊരു ഉറപ്പാണ്. രാവിലെ എണീക്കുമ്പോഴേക്കും ഭാര്യ പേടിക്കുകയോ എൻ്റെ ഭർത്താവ് എന്നെ വിട്ടേച്ച് പോകുമോ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ കിടന്നുറങ്ങുന്നതാണോ? നിങ്ങൾ ആരെങ്കിലും കിടന്നുറങ്ങുമ്പോൾ രാത്രി കിടന്നുറങ്ങുമോ? ദൈവമേ നേരം വിളക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഇവിടെ കാണുമോ എന്നും പറഞ്ഞൊന്നുമല്ലോ. ഒരു വിശ്വാസം, ഇത് വിശ്വാസത്തെക്കാൾ ഒരു ഉറപ്പാണ്. ആ വിശ്വാസത്തിൻ്റെ അകത്തൊരു ഉറപ്പുണ്ട്, ഇല്ല എന്നെ വിട്ടേച്ച് പോകത്തില്ല. ഈ ഒരു ഉറപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റിലേഷനാണ്, ബന്ധമാണ്. എങ്ങനെ ബന്ധം ഉണ്ടാകേണ്ടത്? കേൾക്കണം, അറിയണം, പരിചയപ്പെടണം, യേശുവിനെ കൂടുതൽ അറിയണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞങ്ങൾ പ്രസംഗിച്ച മറ്റൊരു സുവിശേഷം. അപ്പം മറ്റൊരു സുവിശേഷം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? യേശുവിലുള്ള ബന്ധം വ്യത്യാസം വരും. ഇപ്പം നമ്മൾ ചിലരെ പറ്റി പറയത്തില്ലേ, അയ്യോ ആ പുള്ളിനെ അടുത്തറിഞ്ഞപ്പോൾ എന്തൊരു നല്ല മനുഷ്യനാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പലരെയും പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർത്ത് അയാൾ ഭയങ്കര ദേഷ്യക്കാരനായിരിക്കുമെന്ന്. അല്ല, അയ്യോ സംസാരിച്ച് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് നല്ല മനുഷ്യൻ. കണ്ട, കൂടുതൽ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആ കണ്ടപ്പോൾ വലിയ ഒരു മീശക്കാരനായിട്ട് ദേഷ്യക്കാരോടൊക്കെ തോന്നിയെങ്കിലും അടുത്തറിഞ്ഞപ്പോൾ എന്തൊരു പാവം മനുഷ്യനാണ്. അപ്പോൾ ഇതേപോലെ യേശുവിനെ കൂടുതൽ അറിയുമ്പം നമുക്ക് എന്തുണ്ടാകും? ഉറപ്പുണ്ടാകുമ്പോൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കർത്താവിൽ നമ്മൾ വളരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ തിരുകൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നന്മയായി തീരട്ടെ അപ്പ, അനുഗ്രഹമായി തീരട്ടെ അപ്പ. ഇന്നത്തെ ദിവസം ഞങ്ങളിന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന യേശുവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. വലിയ നന്മകളാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ നിറയ്ക്കുന്നല്ലപ്പ, വലിയ പ്രവൃത്തികളാൽ ദൈവം ഞങ്ങളെ നിറയ്ക്കുന്നല്ലപ്പ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവ് എന്നൊരു വാക്ക് പറയുകയാണ്, ഈ സരോജം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ടുണ്ട് പറയാം. സരോജം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നു. പ്രത്യേകിച്ച് ആ കുടുംബത്തിൽ ഒരു ആൺതലമുറയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നു. സരോജം എന്നാണ് വിളിക്കുന്നത്, ഞാൻ കേൾക്കുന്നത്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. എന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലപ്പ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ അയക്കുന്നല്ലോ. അനർത്ഥങ്ങൾ വിട്ടൊഴിയുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ നിങ്ങളിൽ വീൽ ചെയറിലോ കിടപ്പിലോ കട്ടിലോലോ എവിടെ ആയിക്കോട്ടെ, എൻ്റെ കൂടെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊന്ന് കൈയെടുത്ത് വെച്ചേ. ആ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈയെടുത്ത് വെച്ചേ. എന്നിട്ടൊന്ന് പറയാൻ തുടങ്ങി, ഞാൻ ഇന്ന് രോഗിയാകുന്നതിന് മുമ്പേ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മുറിവേറ്റതാ. ഇന്നെനിക്ക് രോഗം മരുന്നതിന് മുമ്പേ രോഗത്തിന് വേണ്ടിയുള്ള പരിഹാരം യേശു ക്രൂശിൽ ചെയ്തതാ. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെയും ആ വേദനയുള്ളവരൊക്കെയും ഒന്ന് കൈവച്ച് അവിടെ എന്നിട്ട് പറയും, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് ആ തിരിച്ചറിവൊന്നും വേണ്ട. ഇന്ന് നിങ്ങൾക്ക് രോഗം വന്നത് എത്ര 10 വർഷം മുമ്പായിരിക്കാം, 20 വർഷമോ
4 വർഷമോ 40 വർഷമോ 4 ദിവസം മുമ്പായിരിക്കാം. പക്ഷേ ഇന്നേക്ക് 2000 വർഷം മുമ്പ് നിങ്ങളുടെ ഈ രോഗത്തിൻ്റെ പരിഹാരമായ സൗഖ്യത്തിൽ യേശുവിൽ നിങ്ങളെ അവകാശിയാക്കി ദൈവം മാറ്റിയിരിക്കുന്നു. പറ, രോഗസൗഖ്യം എൻ്റെ അവകാശമാണ് കർത്താവേ. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മുറിവേറ്റിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്. ഇപ്പോൾ നിമിഷം തന്നെ ശരീരത്തിൽ നിന്ന് ആ വേദനകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറുകയാണ്. വേദനകൾ നിങ്ങളെ വിട്ടുമാറുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഒരു മോളെ കർത്താവ്, ഇന്ന് സെബാസ്റ്റ്യൻ്റെ മോളെ ദൈവം സ്പർശിക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മോളെ ദൈവം ഇന്ന് സ്പർശിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം കർത്താവ് ഇന്ന് കുടുംബത്തെ തുറക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. വലിയ നന്മകളാൽ ദൈവം ഇന്ന് ആ കുടുംബത്തെ തുറക്കുന്നില്ലപ്പ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ. ആ മകളുടെ മേൽ ഭാവിക്ക് തടസ്സമായി നിൽക്കേണ്ടതെല്ലാം ഇപ്പോൾ ഈ നിമിഷം തന്നെ വിട്ടു മാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ. സമാധാനത്തിൻ്റെ ദൈവം ഇപ്പോൾ തന്നെ ആ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടുന്നില്ലപ്പ. ഈ സമയത്ത് വേദനയാൽ ഭാരപ്പെടുന്നൊരു കൈവച്ച് എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ട്, എന്താ നിങ്ങളുടെ വേദന, യേശു ക്രൂശിൽ വഹിച്ചത്. നിങ്ങളുടെ ചെവി വേദന യേശു ക്രൂശിൽ വഹിച്ചതാ. നിങ്ങളുടെ രോഗങ്ങൾ യേശു ക്രൂശിൽ വഹിച്ചതാ. എല്ലാത്തിനും കർത്താവ് വില കൊടുത്തു. പറ, എൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിൻ്റെ വില യേശു കൊടുത്തതാ. ഇന്ന് ഞാൻ ആ ക്രിസ്തുവിൻ്റെ മുറിവിൽ വിശ്വസിക്കുമ്പോൾ ആ വില എൻ്റെ മേൽ വെളിപ്പെടുകയാണ്. ഇത് സൗജന്യമാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അപ്പം ഞെരുക്കങ്ങൾ മാറട്ടെ, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ, നന്മ ഉണ്ടാകട്ടെ, പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ, പ്രതികൂലമായി നിൽക്കുന്നത് സകലതും അനുകൂലമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ. ഇപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ, ഞങ്ങളുടെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് അവിടെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് അവിടെ ചെയ്യുന്നല്ലോ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച്. ഇന്ന് നിങ്ങളുടെ സമാധാനത്തിൻ്റെ ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, വേദനകളുടെ മേൽ, എല്ലാത്തിൻ്റെ മേൽ സൗഖ്യത്താൽ നിറയ്ക്കുന്നൊരു യേശുവുണ്ട്. അത്ഭുതം ചെയ്യുന്നൊരു കർത്താവുണ്ട്. ഇന്ന് അത്ഭുതവാനായ ദൈവം, നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം, വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം ഇപ്പോൾ തന്നെ ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ എന്നെ കർത്താവ് ഒരു സാഗർ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുകയാണ്. സാഗർ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുകയാണ്. ആ കുടുംബത്തെപ്പറ്റി ഞാൻ കാണിക്കുമ്പോൾ വലിയൊരു എന്നെ കാണുന്ന ഒരു കുരുക്ക് കർത്താവ് അവിടെ നിന്ന് അഴിച്ചു മാറ്റിയിട്ട് ആ കുടുംബത്തിൽ 7 വർഷമായിട്ട് കയറാത്ത തടസ്സങ്ങൾ, എല്ലാ തടസ്സങ്ങളെയും കർത്താവ് എന്ന കുടുംബത്തിൽ നിന്ന് നീക്കി ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ സ്വർഗത്തിലെ ദൈവം സാഗറിൻ്റെ ഭവനത്തിൽ തുറക്കുകയാണ്. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ തടസ്സങ്ങൾ ഇപ്പോൾ തന്നെ വിട്ടുമാറുന്നല്ലോ. ആ തടസ്സമായി നിൽക്കുന്ന സകലതും യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം വിട്ട് മാറുന്നല്ലോ. ദിവ്യ സമാധാനം അവിടെ ഉണ്ടാകുന്നല്ലോ. ദിവ്യ സമാധാനം അവിടെ ഉണ്ടാകുന്നല്ലോ. അപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞങ്ങളുടെ പ്രവൃത്തി ആ കുടുംബത്തിൽ ചെയ്യുന്നല്ലോ. ഈ നിമിഷം തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുക്കുമ്പോൾ ഇനി ആ വേദന അവിടെയില്ല, ആ രോഗം അവിടെയില്ല. യേശു ക്രൂശിൽ സകലതും നിവർത്തിച്ചതുകൊണ്ട്, വില കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇത് ഞങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. അത്ഭുതത്തിൻ്റെ സമയമാണ്. അങ്ങ് തൊട്ട് പിടിവിച്ചത് നന്ദി പറയുന്നപ്പ, അങ്ങ് അത്ഭുതം ചെയ്ത് നന്ദി പറയുന്നപ്പ. പ്രാർത്ഥിച്ചെന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത്ഭുത സാക്ഷ്യത്തിന് നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമോ ദൈവിക ആലോചന ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, വേദന വിട്ടുമാറി പൂർണ്ണ സൗഖ്യം എനിക്ക് ലഭിച്ചു എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എൻ്റെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളുടെ കുടുംബത്തെ തൊടുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവാണ്. എനിക്ക് 2 മക്കളാണ്. മോള് 2 മക്കളിൽ ഒരു മോള്, 2 പേരും ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ഇവർ 2 പേരും ഒരു റൂമിലുമാണ് താമസിക്കുന്നത്. എപ്പോഴും വഴക്കാ. അപ്പം ഇളയ മോള് +2-നാണ്. അവൾക്ക് പരീക്ഷ അടുത്തിരിക്കുക. ഇവർ വഴക്കായതുകൊണ്ട് എപ്പോഴും അവളിനി എനിക്ക് അവിടെ പഠിക്കണ്ടെന്ന് പറഞ്ഞ് കരയും. അപ്പം ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവർ രണ്ടും രമ്യതയിലാകാനും നന്നായിട്ട് പഠിക്കാനും എല്ലാവട്ടും. ഈ ഒരു വിഷയത്തിൽ നീ
ഇടപെടണ്ടെന്ന് എന്നോട് എപ്പോഴും ഭർത്താവ് പറയും. പക്ഷെ അവർ നാട്ടിൽ ഒരുമിച്ച് വരുമ്പോൾ ഇവിടെ വന്നാലും അവർ രണ്ടുപേരും വഴക്കാണ്. അപ്പം ഇളയ മോക്ക് 18 വയസ്സേ ആയുള്ളൂ. അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന, പരീക്ഷ കഴിഞ്ഞ് അവളെ ഇങ്ങ് കൊണ്ടുവരും. അതുവരെ അവളെവിടെ സമാധാനമായിട്ട് നിൽക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും എസ്റ്റർ, കർത്താവ് ഇന്ന് ഇടപെട്ടതാണ്. ആ മകളെ കർത്താവ് തൊടുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതം. ഇന്ന് ദൈവം ആലോചന ഇടപെട്ടത് തന്നെ സെബാസ്റ്റ്യൻ്റെ മോളെ ദൈവം തൊടുവാന്നാണ് പറഞ്ഞത്. കർത്താവ് അത് അത്ഭുതമാണ്. ഇനി മേലെ അവരെ ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവം അവരെ തൊട്ടിരിക്കുക കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു എസ്റ്റർ. ആമേൻ. ആമേൻ. ബ്രദറെ ബ്രദറെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രദറെ. വ്യാഴാഴ്ച 26-ാം തീയതി കൈതയിൽ നിന്നും പറഞ്ഞ ഒരു വീട്ടുപേര് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് അന്നേരം അത് ഏറ്റെടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ആൺതലമുറയെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് ഹസ്ബൻഡിന്റെ ചേട്ടൻ 43 വയസ്സായപ്പോഴത്തേക്കും ക്യാൻസർ വന്ന് മരിച്ചു. പിന്നെ അവരുടെ അപ്പാപ്പന്റെ മോന് 18 വയസ്സായപ്പോഴത്തേക്കും ഷോക്ക് അടിച്ച് മരിച്ചായിരുന്നു. അങ്ങനെ പല ഇപ്പൊ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്ന് കിടക്കുന്നു. ഹസ്ബൻഡിന്റെ അനിയനും രോഗങ്ങളുണ്ട്. അതായത് കൈതൽ എന്ന് പറഞ്ഞ ഫാമിലിയെ തൊടുന്നു പറഞ്ഞ സിസ്റ്ററുടെ വീട്ടുപേരാ കൈതൽ അല്ലേ? അതെ, എന്റെ വീട്ടുപേരാണ്. പക്ഷെ ഞാൻ ഈ ഹോസ്പിറ്റലിലായതുകൊണ്ടേ എനിക്കത് ഏറ്റെടുക്കാൻ പറ്റില്ല. അന്നേരം അപ്പൊ സിസ്റ്ററുടെ കുടുംബത്തിൽ ഇങ്ങനെ തുടർമാനമായിട്ട് ഈ ഹസ്ബൻഡിന്റെ സഹോദരന്മാർക്ക് ഇങ്ങനെ ഈ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അല്ലേ? അതെ അതെ അതെ. കർത്താവ് അപ്പൊ ഇടപെട്ട് ആ വീട്ടുപേര് ഇടപെട്ടിട്ട് തൊടുവന്നു. ഓക്കെ സിസ്റ്റർ, അങ്ങനെയെങ്കിൽ ആ കുടുംബത്തിന്റെ അകത്തെ ശാപത്തെ ദൈവാത്മാവ് തൊടുകയാണ്. തലമുറകളായിട്ട് ഓരോരുത്തർക്കും ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നത്. അതാണ് ദൈവാത്മാവ് ആ വീട്ടുപേര് വെളിപ്പെടും. അപ്പം എങ്ങനെയെങ്കിൽ ആ വീടിൻ്റെ അകത്തെ പ്രശ്നങ്ങളെ കർത്താവ് തൊടുകയാണ്. അപ്പോൾ ആമേൻ പറഞ്ഞ് ഞാൻ ആ അനുഗ്രഹത്തെ, ആ കർത്താവ് ഇടപെട്ട അനുഗ്രഹത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. കുടുംബത്തിലെ സകല ശാപങ്ങളെ ഞാൻ പിന്തള്ളുന്നു പറഞ്ഞാൽ മതി കേട്ടോ. അത് അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. ഇന്ന് മുതൽ അത് ഏറ്റെടുക്കുന്ന നിമിഷം മുതൽ വലിയ വ്യത്യാസം കുടുംബത്തിൽ കാണാൻ പറ്റും കേട്ടോ. അനർത്ഥം വിട്ട് ഒഴിയും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. എന്റെ കൂട്ടുകാരി അന്ന് അത് ഏറ്റെടുത്തായിരുന്നു. എനിക്ക് ഏറ്റെടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ടേ സിസ്റ്റർ പ്രാർത്ഥിച്ചോണം. ഒന്നിന് പുറകെ ഒന്നായിട്ട് പലർക്കും വരുന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അപ്പോൾ ഇന്ന് കർത്താവ് അത് ഇടപെട്ടതാണ്. അതുകൊണ്ട് അത് യേശുവിൻ്റെ നാമത്തിൽ ആ വചനം കർത്താവ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന എപ്പോഴും പ്രഖ്യാപിച്ചോണം കേട്ടോ. കർത്താവ് അത് സാക്ഷ്യമാക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, സരോജ എന്ന് പറഞ്ഞ എൻ്റെ അയൽവാസിയാണ്. ഏറ്റെടുത്തു സിസ്റ്റർ. ഇന്ന് ആ കർത്താവ് ഇടപെട്ടതും അല്ല, കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചോണം. കർത്താവ് അവരോട് പറയണം, ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഒരാളുണ്ട് ബ്രദറെ, എന്റെ കുഞ്ഞമ്മയാണ് സരോജ എന്ന് പറഞ്ഞ്. ഏറ്റെടുത്തു. ഞാൻ ഒരേ ആലോചന ഒരേപോലെ ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടും കേട്ടോ. ഏതാ സിസ്റ്റർ കേട്ടില്ല? കൈ അവിടെ വെച്ചു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ തിരുമുറിവിനാൽ എന്ന് അവിടെ സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങ് തൊട്ട് വിടിവിച്ചതിന് നന്ദി. ഇപ്പോൾ തന്നെ പറയണം, എൻ്റെ രോഗം യേശു വഹിച്ചതാണ്. എൻ്റെ രോഗത്തിൻ്റെ സൗഖ്യം യേശു ഇന്ന് ഭൂമിയിൽ തന്നിരിക്കുന്നു. ഞാനത് സ്വീകരിക്കുന്നു. ഇപ്പോൾ അത് തന്നതിന് നന്ദി, തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ ബ്രദറെ? സിസ്റ്ററെ, നമ്മൾ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു സിസ്റ്ററെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതിൻ്റെ മേൽ അത്ഭുതം നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ സിസ്റ്റർ പറഞ്ഞ, കർത്താവ് എൻ്റെ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം നടന്നു കഴിഞ്ഞു. ഞാനതുകൊണ്ടാണ് ഏറ്റവും അവസാനം പറഞ്ഞത് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർ ധൈര്യമായിട്ടിരുന്നു. ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. എന്താ പറയുക, എന്റെ ശരീരത്തിൽ ഒരു 10-ന് മേലെ ചെറിയ ചെറിയ മുഴകൾ, എനിക്ക് ഭയങ്കര വേദന. എനിക്ക് ശരീരത്തിനില്ല, രണ്ട് സൈഡിൽ എനിക്ക് 10 കൂടുതലുണ്ട്. ഭയങ്കര വേദന. എനിക്ക് രാവിലെ ഒന്നും എഴുന്നേക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര ഇങ്ങനെ കഴയ്ക്കുന്ന പോലത്തെ ശരീരം മൊത്തം. സിസ്റ്ററുടെ കൈ വെച്ച് ശരീരത്തിൽ കൈ വെച്ച് എന്നിട്ട് പറ, യേശു എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചത്. എൻ്റെ കൂടെ പറ, യേശു എൻ്റെ രോഗത്തെ. ഇതേപോലെ രോഗിയായിട്ടിരിക്കുന്നവർ, ഇനിയും പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവരിത് കേട്ടില്ലെങ്കിൽ ഒന്ന് കൈ വെച്ചിട്ട് പറ, യേശു എൻ്റെ ഈ രോഗത്തെ, എൻ്റെ മുഴകളെ, എൻ്റെ വേദനകളെ യേശു ക്രൂശിൽ വഹിച്ചതാ.
കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു മുറിവേറ്റപ്പോൾ എൻ്റെ രോഗം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം യേശുവിൻ്റെ മുറിവിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സകല മുഴകളും നീങ്ങി, എൻ്റെ സകല രോഗങ്ങളും നീങ്ങി, എൻ്റെ സകല വേദനകൾ നീങ്ങി. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതത്തെ സ്വീകരിക്കുന്നു. ഞാനൊരു അത്ഭുതമായി തീർന്നിരിക്കുന്നു. ആമേൻ. സിസ്റ്റർ, ഇപ്പം മുതൽ ആ വ്യത്യാസം കാണാം. ആ മുഴ മൊത്തവും ചുങ്ങിപ്പോവും. ഒരു വേദനയില്ല. ഇപ്പൊ തന്നെ വേദനയ്ക്കകത്ത് വ്യത്യാസം കാണാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. 2 ദിവസം മുമ്പ് ഒരു ആലോചന പറയാനുണ്ടായിരുന്നു ബ്രദറെ. പറഞ്ഞു. ഹലോ പറഞ്ഞു. പറഞ്ഞു. ഹലോ ബ്രദറെ, എനിക്ക് 2 സാക്ഷ്യം പറയാനുണ്ടേ. എന്റെ മോളുടെ കല്യാണമായിരുന്നു ഈ ഡിസംബർ 22-ാം തീയതി. അപ്പൊ അത് കുറെ പ്രശ്നങ്ങളുടെ നടുവില് ഉള്ളതായിരുന്നു. അപ്പൊ അത് സമാധാനത്തോടും സന്തോഷത്തോടും അത്യധികം ഭംഗിയോടും കൂടി നടക്കണമെന്ന് ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അത് അതുപോലെ തന്നെ നടന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, എന്റെ മോന് യൂറിയനിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേ. കുറച്ച് നാളായിട്ട് ഡോക്ടറെ കണ്ട് ചികിത്സയിലായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ അടുത്ത് ഒരു സ്കാൻ ചെയ്യാനൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ആ സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്റെ യേശുവിനോട്. എന്റെ യേശു, എന്റെ മോന് ഒരു കുഴപ്പങ്ങളൊന്നും റിസൾട്ട് വരുമ്പോ ഒരു കുഴപ്പം ഉണ്ടാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ റിസൾട്ട് വന്നു. അപ്പൊ അതിലൊരു കുഴപ്പമൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് ഞാൻ സാക്ഷ്യം പറയാണ്. പിന്നെ മൂന്നാമതായിട്ട് 2 ദിവസമായിട്ട് എന്റെ ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു. എനിക്കൊരു ഭയങ്കര ഒരു മൂളക്കം പോലെയായിട്ട് തലയ്ക്കൊരു വെളിയില്ലാത്ത പോലെയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എന്റെ യേശു എന്റെ ചെവി ഒന്ന് തുറന്നു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പോലും അറിഞ്ഞില്ല ചെവി തുറന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഓർത്തപ്പോ ചെവിക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ അതും സാക്ഷിയായിട്ട് പറയാണ്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത അത്ഭുതകരമായ സാക്ഷ്യത്തിന് നന്ദി. കേട്ടതുപോലെ തന്നെ 2 കാര്യം തലമുറകളുടെ വിഷയമാണെന്ന്. വിവാഹം, 2 സൗഖ്യം, പിന്നെ സിസ്റ്റർക്ക് ഉണ്ടായ വ്യക്തിപരമായ സൗഖ്യം. കർത്താവ് തൊട്ട് വിടുവിച്ചതിന് നന്ദി, കൊടുത്ത വിടുതലുകൾക്കും സൗഖ്യത്തിന് നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഒരു ആലോചന പറയാനുണ്ടേനെ. 2 ദിവസം മുമ്പിൽ സെപ്റ്റംബർ മാസം 83 സെപ്റ്റംബർ മാസം 12-ാം തീയതി ഒരു മകനെ തൊടുന്നു. അത് എന്റെ മകനാണ് ബ്രദറെ. അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ ഏറ്റെടുത്തോളം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഹലോ ബ്രദർ, പറഞ്ഞു. ഇന്നലെ ഉച്ചക്ക് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ ഈ വെട്ടുകല്ലുള്ള വീടില്ലേ, അതങ്ങനെ കുറെ നേരം എന്റെ കണ്ണിൽ കണ്ടു. അപ്പൊ നല്ല സുമാറായിട്ടുള്ള ഒരു ഹാളാണ്. പിന്നെ അവിടെ സിമെന്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 മിനിറ്റ് ആ വീട് കണ്ടു. പിന്നെ ഞാൻ ആലോചിച്ചു ഇത് ആരുടെ വീടായിരിക്കും. പക്ഷെ ആൾക്കാരെയൊന്നും കാണാനില്ല ആ വീട്ടില്. അങ്ങനെയാണ് അത് കണ്ടത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ തൊട്ട് പരിസരത്തുള്ളവർ വീടാണ് മനസ്സിലാക്കി. ഇന്നലെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തായിരുന്നു അങ്ങനെ കണ്ടത് ബ്രദർ അറിയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സിസ്റ്റർ. അങ്ങനെ ദർശനം കാണുമ്പോൾ കൂടുതൽ കർത്താവ് എനിക്ക് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് എനിക്ക് കാണിച്ചു തരണം. 2 ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കുടുംബത്തെ കർത്താവ് അനർത്ഥമൊന്നും വരാതെ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികൾ അവർ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകണം. അവർ ക്രിസ്തുവിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും വരുവാൻ കർത്താവ് ഇടയാക്കണമെന്നൊക്കെ അവർക്ക് വേണ്ടി അങ്ങനെ വെളിപ്പെടുമ്പം പ്രാർത്ഥിച്ചോണം. കർത്താവ് അങ്ങനെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. എനിക്ക് ബ്രദർ പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിച്ചു. മിറക്കിൾ മണിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഇങ്ങനെ 5 ദിവസത്തോളം അടുപ്പിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ പിറ്റേ ദിവസം ഞാൻ ഒരു മെസ്സേജ് വന്നു, ചെക്ക് യുവർ ബാലൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അതിൻ്റെ അകത്തൊരു എമൗണ്ട് വന്നു. അപ്പൊ എനിക്കത് വലിയ ഒരു സാക്ഷ്യം പോലെ ഞാൻ പറയണമെന്ന് ഓർത്ത് കുറെ നാളായിട്ട് പറയാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അത് പറയാൻ പറ്റിയത്. അതുപോലെ സെക്കൻഡ് ടൈമും എനിക്ക് ഇതുപോലെ തന്നെ ഒരു മിറക്കിൾ മണി വന്നു. അതുപോലെ ഈ 2 മിറക്കിളും നടന്നു. അതുപോലെ എനിക്ക് ഒരു ദിവസം ഭയങ്കര വയറുവേദനയായിട്ട് ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുമ്പോൾ വയറ് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എന്തെങ്കിലും അസുഖങ്ങളുള്ള ഭാഗത്ത്. അപ്പൊ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ആ സെക്കൻഡിൽ തന്നെ എന്റെ ആ വയറുവേദന മാറി. അതും എനിക്കൊരു സാക്ഷ്യമായിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ 2 പ്രാവശ്യം സിസ്റ്റർക്ക് മിറക്കിൾ മണി ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് നമുക്ക് മിറക്കിൾ മണി എന്നുള്ളത് തരും.
നമ്മുടെ സാമ്പത്തിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവം ഉറവുകളെ തുറക്കുന്ന ദൈവമാണ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സിസ്റ്റർക്ക് തുറന്നു കർത്താവ് അക്കൗണ്ടിലേക്ക് അത് വരാൻ ആരും അയച്ചതല്ല, പക്ഷേ അക്കൗണ്ടിലേക്ക് ആ നന്മ വന്നു. 2, ആ വേദനയ്ക്കകത്തും കർത്താവ് എന്ന് പറഞ്ഞ വയറുവേദനയാൽ ഭാരപ്പെട്ടു ഒരുമിച്ച് പ്രാർത്ഥന. അതാ പറഞ്ഞു, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു. ഞാൻ എല്ലാവർക്കും ഒരുമിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. വൈകുന്നേരം സിസ്റ്റർ ആ സമയത്ത് കൈവച്ച് അവിടെ പ്രാർത്ഥിച്ചു. ആ രോഗസൗഖ്യം സിസ്റ്ററുടെ ശരീരത്തിന് മേലുണ്ടായി. കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ഹലോ പറഞ്ഞു. ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഞാൻ ഇരിഞ്ഞാലക്കുട നിന്ന്. ഞാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായില്ല മിഞ്ഞാന്ന് അക്കൗണ്ടിലേക്ക്. വിതച്ചിട്ടുണ്ട്. മനസ്സിലായില്ല ബ്രദറെ. നിങ്ങൾ സുവിശേഷ വിലയ്ക്ക് വേണ്ടി വിതച്ചേക്കുന്നത് തീർച്ചയായിട്ടും ബ്രദറെ, അത് കർത്താവിൻ്റെ കൃപയാൽ, അത് കർത്താവിൻ്റെ വേലയിൽ അത് നമുക്ക് പ്രയോജനപ്പെടും. അത് സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും സാക്ഷ്യം പറഞ്ഞു? ഇന്നലത്തെ പ്രാർത്ഥന വന്നിട്ടില്ല, പിന്നെ കട്ടാവുകയും ചെയ്തു. പിന്നെ അത് കുറെ ഇന്നലെ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രോബ്ലം സിസ്റ്റർ. അത് വീഡിയോ ആയിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് വൈകിട്ടത്തേക്കോ നാളത്തേക്കോ നമുക്ക് അപ്ലോഡ് ആവും കേട്ടോ. ഓക്കെ, പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, എനിക്ക് സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. 2-3 ദിവസം കൊണ്ട് സാക്ഷ്യം പറയാൻ എനിക്ക് വയ്യായിരുന്നു. ഇപ്പോഴും സൗണ്ട് ആയിട്ട് വരുന്നില്ല. പറയാനൊരുപാട്. ഇന്നലെ എനിക്ക് ഒട്ടും ഒക്കത്തില്ലായിരുന്നു. ഇന്നലെ എനിക്ക് കുറച്ചു നേരം ഞാൻ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് നെറ്റും പോയി. എന്റെ തൊണ്ടയിൽ വലിയൊരു മുഴ പോലെ തൊണ്ടയ്ക്കകമെല്ലാം പഴുത്ത് ചുമയായിട്ട് വന്നതാ. അതൊന്നും വീങ്ങിയിരിക്കുമായിരുന്നു. അന്നേരം ഇന്നലെ പ്രാർത്ഥന സമയത്ത് ഞാൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചെനിക്ക് രാവിലെ എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. രാവിലെ ആകുമ്പോഴേലും മാറണേ പ്രാർത്ഥിച്ചു. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? സിസ്റ്റർ കേൾക്കാം. പറഞ്ഞു. ബ്രദറെ, പ്രൈസ് ലോർഡ്. ബ്രദറെ, ഇന്ന് സെബാസ്റ്റ്യന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു മോളെ തൊടുന്നുണ്ടെന്ന്. അത് ഭയങ്കര കറക്റ്റ് ഒരു കാര്യമുണ്ട്. ഇന്നൊരു 3 മണിയായപ്പോ ഞാൻ അവരെ ഒന്ന് വിളിച്ചിരുന്നു. ഇങ്ങനെ കൊല്ലത്ത് മീറ്റിംഗ് ഉണ്ട്, വരണോന്നും പറഞ്ഞു. അന്നേരം ഈ മോള് ട്വിൻസ് ആണ്, 2 മോളുമാരാണ്. അപ്പം അതിനൊരു 9 വയസ്സായതേ ഉള്ളു. ആ മോൾ ആദ്യം എടുത്ത വയലേ പറഞ്ഞു, ഗീത ആന്റിയെ യേശുപ്പൻ സ്നേഹിക്കുന്നുണ്ട്, അത് കാണാൻ ഞങ്ങൾ തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞിങ്ങനെ കുഞ്ഞിലേ ഇരിക്കുമ്പോഴേ അവളോരോന്നും ഇങ്ങനെ പ്രവചനം പറയുമെന്ന് സെബാസ്റ്റ്യൻ പറയായിരുന്നു. ഇങ്ങനെ എൻ്റെ കൂടെ ജോലി ചെയ്തായിരുന്നു, മാനേജരായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഒരു ഭയങ്കര വിശ്വാസികളാണ്. എന്നാലും ആ മോള് ഭയങ്കര പ്രവചനമായിട്ട് ഇങ്ങനെ പറയുന്ന കുഞ്ഞ് എടുത്ത വയല എന്നോട് ഇന്ന് പറഞ്ഞു 3 മണിക്ക് ഇതുപോലെ യേശുപ്പച്ചനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അത് കാണാൻ ഞങ്ങൾ വരുമെന്ന്. തീർച്ചയായിട്ടും എന്നാൽ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ആലോചന ഇന്ന് ഒരേ ആലോചന ഒരേപോലെ വരുന്നെങ്കിൽ ഏറ്റെടുത്തോണം എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കുടുംബത്തിൽ നിന്ന് യേശുവിൻ്റെ സാക്ഷിയായിട്ട് തന്നെ കർത്താവ് മാറ്റിക്കൊണ്ട് സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, കഴിഞ്ഞ ദിവസം ഒരു ഡൽഹിയിൽ നിന്ന് ഒരു വീടിന്റെ കാര്യം പറഞ്ഞിരുന്നു. 2012 വിഷമമായിട്ട് ഒരു വീടിന്റെ കാര്യം പറഞ്ഞു. അത് അപ്പാർട്ട്മെന്റ് അല്ലാന്ന് തോന്നുന്നു, DDയുടെ ഫ്ലാറ്റ് ആണത്. അതിലൊരു വ്യക്തി, ജയെ തുടങ്ങുന്ന വ്യക്തിയെ കുറിച്ച് വ്യാഴാഴ്ച ബ്രദർ പറഞ്ഞിരുന്നു. 2012 ജോലി പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി വിഷമിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത്. അതിനെ കുറിച്ചാണ് ബ്രദർ പറഞ്ഞ പേര് ജയെ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്നെന്ന്. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ. അത് എന്റെ വീടാണ്. ആമേൻ. തീർച്ചയായിട്ടും ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും കേട്ടോ. വലിയ ദൈവപ്രവൃത്തിയാൽ കർത്താവ് നിറയ്ക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ് ഇപ്പം. ഇത് വലിയ വിടുതൽ എക്സ്ട്രാ കാര്യം കർത്താവ് ഇടപെട്ടതാണ്. 2000 ആ വർഷം കർത്താവ് ഇടപെട്ടതുപോലെ തന്നെ അന്ന് ദുഃഖിച്ച പോലെ ഇനി ദുഃഖിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം വലിയൊരു സാക്ഷി മാറ്റി ദൈവം മാറ്റും കേട്ടോ.
ഇന്നു മുതൽ, അത് ആലോചന കേട്ട നിമിഷം മുതൽ എന്താണോ അത് ആ നിമിഷം മുതൽ കർത്താവിൻ്റെ നാമത്തിന് അത്ഭുതത്തെ സ്വീകരിക്കുന്ന പറഞ്ഞാൽ മതി. വലിയ വ്യത്യാസത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാം. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പാസ്റ്റർ. പറഞ്ഞു. പാസ്റ്റർ, എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഒരു പ്രയർ റിക്വസ്റ്റ് ആണ്. മോളുടെ വിവാഹം ഞങ്ങൾ 3 വർഷമായിട്ട് ആലോചിക്കുന്നു പാസ്റ്ററെ. ഒന്നും ഇതുവരെ നടന്നില്ല. അപ്പോൾ ഏത് വചനം വെച്ചാ പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ? സിസ്റ്ററെ, നമ്മുടെ തലമുറയിൽ തക്ക തുണയെന്നുള്ള വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് ദൈവം അവർക്ക് തക്ക തുണയെ കൊടുത്തു. ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം അതേപോലെ തന്നെ തക്ക തുണയെ നൽകുവാൻ ഇടയായിത്തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞാൻ നമ്മുടെ തൽക്കാലത്തേക്ക് ഇന്ന് നമ്മുടെ പ്രാർത്ഥന ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എനിക്കറിയാം നമുക്ക് സമയം മുന്നോട്ട് പോയതുകൊണ്ടാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ബാക്കി സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. നാളെ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന യൂട്യൂബിലായിരിക്കും. സൂമിൽ നാളെ മാത്രം ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പം ചിലപ്പോഴാണ് എൻ്റെ മെസ്സേജ് വരും. അങ്ങനെ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വരും. നാളെ മാത്രം യൂട്യൂബിലായിരിക്കും. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ പിന്നെയും നമുക്ക് സൂമിൽ തന്നെയാണ് പ്രാർത്ഥന നടക്കുന്നത്. അപ്പം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ നിങ്ങൾ മ്യൂട്ട് ചെയ്താട്ടെ. ഞാൻ ഒരു നിമിഷം കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഞാനത് മറന്നുപോയി. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ഇന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു പൈസ പോലും നമ്മുടെ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു പൈസ പോലും പാഴായി പോകത്തില്ല. ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ പിന്തുടരും. വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കുമ്പോൾ കള കയറാൻ ദൈവം സമ്മതിക്കത്തില്ല. അത് കൊയ്യും. നിങ്ങളുടെ നന്മ കൊയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വാരി വിതറി കൊടുക്കുവാനുള്ള സമൃദ്ധി ദൈവം തരും. കളപ്പുരകളൊക്കെ നിറയ്ക്കുന്ന ദൈവമാണ്. ഗോഡ് ബ്ലെസ് യു. ഞാൻ വിതച്ചവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. എൻ്റെ കൂടെ ഇന്ന് മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ എവിടെയാണോ ഇരുന്നുകൊണ്ട് പറഞ്ഞേട്ട കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞു. ജപിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിപ്പോൾ ഈ നിമിഷം തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നപ്പാ. എല്ലാവരും ഇന്ന് ലൈവിൽ കാണുന്നവർ ഞാൻ തൽക്കാലം ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്നു. സൂമിൽ കാണുന്നവർ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ കൂടെ എന്ന് പറഞ്ഞവിടെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തന്നതിനായി നന്ദി പറയും. അതെങ്ങനെയാണെന്നുള്ള പ്രാർത്ഥന നമുക്കറിയാം, ഞാൻ എടുത്ത് പറയുന്നില്ല. തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നമുക്കത് ഉണ്ടാകും.